പരമദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തരവും തൻ്റെ ആത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധൈര്യപൂർവ്വം ശിഷ്യന്മാർ പ്രഘോഷിച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവെന്നു. എല്ലാ ഭയങ്ങളും വിട്ടുമാറി അവർ യേശുവിനെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ പ്രഘോഷിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തിയ കർത്താവിനെക്കുറിച്ച്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 3 രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നുവരെ വഴി നടത്തിയതിന്, ഇന്നുവരെ നമ്മെ ശക്തിപ്പെടുത്തിയതിന്, ഇന്നുവരെ നമ്മുടെ കൂടെയായിരുന്നതിന്, നമ്മളെ ഓരോ കാര്യത്തിലും വെളിപ്പെടുത്തലുകൾ നൽകി ശക്തിപ്പെടുത്തിയതിന്, അവിടുത്തെ വഴികളിലൂടെ നടക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. രണ്ടാമതായി പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. രക്ഷയില്ല എന്നുള്ള ചിന്ത, നിരാശ. പാപം ചെയ്താലും രക്ഷപ്പെടും, ശരിയായ അനുതാപമില്ലെങ്കിലും രക്ഷയിലേക്ക് വരുമെന്നുള്ള ചിന്തകളാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്നുള്ള ഒരു ചിന്ത, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവങ്ങളാണ്. എളിമയോടുകൂടി അവിടുത്തെ തിരുമുമ്പിൽ തെറ്റുകളേറ്റുപറഞ്ഞ് അനുദപിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എന്നെ നയിക്കണമേ എന്ന് ഓരോ ദിവസത്തെ ഓരോ പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവെ നീ എൻ്റെ മേൽ എൻ്റെ കൃപയൊഴുക്കി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.